ഇടനിലക്കാരില്ലാതെ നമുക്ക് ഡയറക്റ്റ് മാനുഫാക്ചർ കമ്പനിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കേബിൾസ് വാങ്ങിക്കാൻ പറ്റുന്ന അപ്പോൾ നമ്മുടെ വീട് പണിയോ അതല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയൊക്കെ വർക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക്കൽ കേബിൾസ് നമുക്ക് ഡയറക്റ്റ് ഇടനിലക്കാരില്ലാതെ മാനുഫാക്ചറിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനുള്ളത്. നമ്മുടെ തൃശ്ശൂർ ടൗണിൽ കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിൽവെക്സ് കേബിൾസ് എന്ന് പറയുന്ന സ്ഥാപനം. ഒരു കോയിൽ മുതൽ എത്ര നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ഡെലിവറി ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഓൾ ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഇവർ ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് തരും. നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഇവിടെ കമ്പനി വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നേരിട്ട് വന്നിട്ടാണെങ്കിലും വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ആണോ സാറേ കൊടുക്കുന്നത്? നമ്മൾ ഇടനിലക്കാരൊന്നും ഇല്ലല്ലോ. ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് നമ്മൾ കേബിള് ഡയറക്റ്റ് കൊടുക്കാം. ഡയറക്റ്റ് ഇവിടെ വരുന്നവർക്ക് നേരിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കും. നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഡയറക്റ്റ് അയച്ചു കൊടുക്കാം. ഫ്രീ ഡെലിവറി ആണ്. ഫ്രീ ഡെലിവറി, ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി. നമുക്ക് മിനിമം എത്ര എടുക്കണം? അങ്ങനെയില്ല, ഒരു കോയിലായാലും അയക്കും, 1000 കോയിലാണെങ്കിലും അയച്ചു കൊടുക്കും. ഒരു കോയിലാണെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കും. സാറേ നമ്മളിപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇത് 95-ൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. 95-ൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ആ സമയത്ത് തന്നെ നമുക്കൊരു 97-ൽ ISAയും ISO ഒക്കെ കിട്ടി. നമ്മള് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ സമയത്താണ് 2018-ൽ ഫ്ലഡ് ഉണ്ടാവും. ഫ്ലഡിൽ നമ്മൾ മൊത്തം സ്ഥാപനം നശിച്ചുപോയി. ഫുൾ നശിച്ചുപോയി. ബിൽഡിങ്ങും എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ കാണുന്ന എന്തൊക്കെ കാണുന്ന എല്ലാം പുതിയതാണ്. ഇതിപ്പോ ഈ ഒരു നിലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായി? ഇതിപ്പോ നമ്മള് 18-ൽ വർക്ക് ഫ്ലഡിന് ശേഷം 19-ൽ തുടങ്ങി. പിന്നെ കോവിഡ് വന്ന് നിർത്തി വെക്കേണ്ടി വന്നു. അപ്പൊ അതിനുശേഷം സത്യത്തിൽ ഉണ്ടാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാണ്. അതായത് നമ്മളിങ്ങനെയൊക്കെയുള്ള 95-ൽ തുടങ്ങിയ സ്ഥാപനമാണ്, ഇങ്ങനെ ഫ്ലഡിൽ നശിച്ചുപോയി 18-ല്. അതിനുശേഷം കോവിഡ് കഴിഞ്ഞിട്ട് രണ്ടാമത് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വലിയ കമ്പനികളുടെ പോലെ പരസ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഗുണമേന്മയിൽ ഞങ്ങൾ അവർക്ക് ഒപ്പം തന്നെയാണെന്ന് പറഞ്ഞത് 100% ക്വാളിറ്റിയാണ്. അത് ശരിക്കും വൈറലായി. അപ്പോഴാണ് നമ്മളുടെ ബിസിനസ് വളരെയധികം വ്യത്യാസം വന്നു, കൂടി. നമ്മളിപ്പോ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ് ഓടുന്നത്. അടുത്ത മെഷീൻ അടുത്ത ആഴ്ച വരികയാണ്. പുതിയ മെഷീനാണ് ഇപ്പൊ ഓടുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ഇമ്പോർട്ടഡ് മെഷീനാണ് ഓടുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷമാണ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി അത് മാറ്റേണ്ടി വന്നത്. അതിനുശേഷം ഇപ്പൊ ഇതിന്റെയും പ്രൊഡക്ഷൻ എത്തുന്നില്ല. അപ്പൊ ഇതേമാതിരി ഒരു മെഷീനും കൂടി ഓൾറെഡി വിത്തിൻ ഒരു 2 ആഴ്ചക്കുള്ളിൽ അതും കൂടി ഓടിത്തുടങ്ങും. കേരളത്തിലെ ആളുകൾ നമ്മളുടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അത് മാത്രമേ അവരുടെ നന്മ എന്ന് പറയാം. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റിയത്. നമ്മൾ ഡയറക്റ്റ് ഇടനിലക്കാരില്ലാതെ ഇപ്പൊ നമ്മളൊരു കേബിളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ 2-3 ഇടനിലക്കാർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. മാർജിൻ ഞങ്ങൾ നേരെ കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. അതായത് ഞങ്ങൾ ഇവിടെ ഒറ്റ ടൈപ്പ് കേബിൾ ഉണ്ടാക്കുന്നുള്ളൂ. ക്ലാസ് 2 FRLSH എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി. പിന്നെ സാധാ FR ഉണ്ട്. അങ്ങനെ പല ക്വാളിറ്റികളിലും വലിയ കമ്പനികളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ക്ലാസ് 2 FRLSH. അതിപ്പോ മറ്റു കമ്പനികളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു മിനിമം ഒരു 15-20% വരെ വില വ്യത്യാസത്തിൽ കൊടുക്കാൻ പറ്റും. മറ്റുള്ള ഈ കമ്പനിയുടെ നോർമൽ ഈ കുറഞ്ഞ കേബിൾസ് വരുന്നുണ്ടല്ലോ, അത് നമ്മളുടെ ക്വാളിറ്റി ആയിട്ട് എന്താണ്? അല്ലല്ല, അത് നമ്മൾ അത് ഉണ്ടാക്കണില്ല. അത് ക്വാളിറ്റി മോശമുള്ള കേബിൾ ഇല്ല. ക്വാളിറ്റി മോശമുള്ളത് ഉപയോഗിക്കരുത്. ഇപ്പൊ ഏത് കേബിൾ ആയാലും എല്ലാ കമ്പനികളും ഇതേപോലത്തെ കേബിൾ ഉണ്ടാക്കുന്നുണ്ട്. വീടിന്റെ വർക്ക് ആണെങ്കിലും നമുക്ക് ഒരുപാട് കാലത്തിന്. അതെ, അപ്പൊ ഒരിക്കലും കേബിളിന്റെ കാര്യത്തിൽ കോംപ്രമൈസിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വെക്കാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമുക്ക് മറ്റുള്ള കമ്പനീസിന്റെ നല്ല ക്വാളിറ്റി ഉള്ള കേബിൾ വാങ്ങിക്കുന്ന പ്രൈസിന് തന്നെ അതിനേക്കാൾ വില കുറവിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് ഇത് വാങ്ങിക്കാം. നമ്മള് ഫാക്ടറി നേരിട്ട് കൊടുക്കണല്ലോ, ഇടനിലക്കാരില്ലല്ലോ. നമ്മള് വില കുറച്ചാണ് കൊടുക്കുന്നത്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വില കുറച്ച് കൊടുക്കുന്നത്? അപ്പൊ ക്വാളിറ്റി കുറച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറും ഡീലറും ഒന്നും ഇല്ലല്ലോ. എന്റെ കസ്റ്റമർക്ക് കൊടുക്കാണ്. നമുക്കിപ്പോ കസ്റ്റമേഴ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് വിസിറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും. കാണാം, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എന്ത് വേണമെങ്കിലും. രഹസ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ ക്വാളിറ്റി ഇല്ലാത്ത സംഭവങ്ങൾ പുറത്തുനിന്നൊക്കെ വളരെ കുറഞ്ഞ പ്രൈസിന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവിടെ GST ഇല്ലാതെ ഒരു മീറ്റർ കേബിൾ പോലും നമ്മൾ വിത്ത് GST ആണ് കൊടുക്കുന്നത് അല്ലേ? അത് വളരെ സിമ്പിൾ ആണ്. കാരണം ഈ കോപ്പറും PVC ഒന്നും നല്ല പ്യൂരിറ്റി ഉള്ളത് നമുക്ക് GST ഇല്ലാതെ കിട്ടില്ല, നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. GST ഇല്ലാതെ ഒരിക്കലും കേബിൾ വാങ്ങിക്കരുത്. മാത്രമല്ല, പണ്ടൊക്കെ ഇവിടുന്ന് കോയമ്പത്തൂർ പോയിട്ടാണ് ആളുകൾ വാങ്ങിക്കുന്നത് കാണാം. ഇപ്പൊ ഡെയിലി ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് മിനിമം ഒരു 3-4-5 കസ്റ്റമേഴ്സ് ഇവിടെ നേരിട്ട് വരും. മിനിമം ഒരു ദിവസം ഒരു 5-8 ബില്ല് തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് കോയമ്പത്തൂർക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് വിത്ത് GST തന്നെയാണ് കൊടുക്കുന്നത്. വിത്ത് GST ആണെങ്കിലും നമുക്ക് മറ്റുള്ള കമ്പനീസിന്റെ ഡയറക്റ്റ് മാനുഫാക്ചറിങ് പ്രൈസിന് നമുക്ക് ഡയറക്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ഒരാൾക്ക് നമുക്ക് വീട്ടിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പൊ കുറച്ച് ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്താൽ മതിയോ? മതി. വേണമെങ്കിൽ വന്നാൽ സന്തോഷം. അല്ലെങ്കിൽ ഇവിടുത്തെ
കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ അവർ കാർഗോ അറേഞ്ച് ചെയ്ത് പേയ്മെന്റ് ഇട്ടാൽ ഒരു 4 മണിക്ക് മുമ്പ് പേയ്മെന്റ് ഇട്ടവർക്ക് അന്ന് തന്നെ നമ്മൾ ഇവിടെ കുറച്ച് നേരത്തെ കണ്ടിരുന്നല്ലോ. നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഇവിടെ കമ്പനി വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നേരിട്ട് വന്നിട്ടാണെങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഇവരുടെ ലൊക്കേഷനും നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.